Hey guys, welcome to GJverse. This is me GJ. ഇന്ന് ഞാൻ കണ്ട പടം JSK ആണ്. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. പേര് ചില സാങ്കേതിക കാരണങ്ങൾ മൂലം മാറ്റിയതാണ്. സോ പ്രവീൺ നാരായണന്റെ ഡയറക്ഷനും റൈറ്റിങ്ങും എല്ലാമാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു തരക്കേടില്ലാത്ത റൈറ്റിംഗ് ആണ്. കഥ എന്ന് പറയുന്നത് ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു സ്റ്റോറി ആണെങ്കിലും അതിൽ നിയമത്തിൻ്റെതായ കുറച്ച് വശങ്ങളും കൂടെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാത്ത നിയമത്തിന്റെ ഗർഭവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമത്തിന്റെ കുറെ കാര്യങ്ങൾ അദ്ദേഹം അതിൽ കാണിച്ചു തരുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് ഭയങ്കര ന്യൂ ആയിരുന്നു. എനിവേസ് ആ ഒരു റൈറ്റിംഗ് ആ ഒരു പരിപാടി കൊള്ളാം, ഓക്കെ ആണ്. പക്ഷെ ഡയറക്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കും ഡയറക്ഷൻ ഓക്കെ അല്ല, ഒരു പാളിപ്പോയ ഒരു ഡയറക്ഷനാണ് എനിക്ക് തോന്നിയത്. സോ നമുക്ക് എന്തായാലും സിനിമയുടെ ഒരു ചെറിയൊരു സമ്മറി, ഇതിന് പ്രത്യേകിച്ച് സ്പോയിൽ ചെയ്യാനൊന്നുമില്ല, എന്നാലും ഞാൻ കൂടുതൽ റിവീൽ ചെയ്യാതെ ചെറിയൊരു സമ്മറി പറയാം. ഒരു വക്കീലാണ് നമ്മുടെ സുരേഷ് ഗോപി ചെയ്യുന്ന ക്യാരക്ടർ. ആ ഒരു വക്കീലിന്റെ ജീവിതത്തിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെ തുടർന്ന് അയാൾ പിന്നെ ഒറ്റയ്ക്കാണ് ജീവിതം നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ കേസുകൾ കിട്ടുന്നു, അദ്ദേഹം കൈകാര്യം ചെയ്ത് അതൊരു സൈഡിൽ കൂടെ കാണിക്കുന്നു. വേറൊരു സൈഡിൽ ജാനകി അല്ലെങ്കിൽ ജാനകി വി വിദ്യാധരന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവം, ആ ഒരു കേസ് ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തുന്നു, അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ഇതിവൃത്തം. പിന്നെ ഇതിനകത്ത് ട്വിസ്റ്റോട്ടാണ് ഒന്നും തന്നെ ഇല്ല, ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിൽ അനാവശ്യമായിട്ട് കുറച്ച് ഫൈറ്റ് കൊണ്ട് കയറ്റിയിട്ടുണ്ട്, ഒരു ആവശ്യമില്ല. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ നേരെ പോലെ ഒരു കൈൻഡ് ഓഫ് ഒരു സിനിമയാണ്, കോർട്ട് റൂം ഡ്രാമ എന്ന് നമ്മൾ പറയും. ആ ഒരു കൈൻഡ് ഓഫ് സിനിമയിൽ ഒരു ആവശ്യമില്ലാതെ ഫൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ് സുരേഷ് ഗോപി ആയതുകൊണ്ട് ഫൈറ്റ് കൊണ്ടുവന്നതായിരിക്കാം. പിന്നെ അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് പേഴ്സണലി മീഡിയയുമായി സംസാരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡയലോഗായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ ഒരു പാറ്റേൺ എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് സുരേഷ് ഗോപി ശരിക്കും പറഞ്ഞ ഒരു ഗസ്റ്റ് റോള് പോലെയാണ് എനിക്ക് തോന്നിയത്, ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫസ്റ്റ് ഹാഫിൽ കുറെ നേരം സുരേഷ് ഗോപി ഇങ്ങനെ കാണിക്കുന്നത്, സെക്കൻഡ് ഹാഫിൽ സുരേഷ് ഗോപി ഇല്ല, തീരെ ഇല്ല, അവിടെ ഇവിടെ ആയിട്ടൊക്കെ പോകുന്നത്. ഇതിൽ വേറൊരു എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇതിൽ ഇൻട്രോ, അതായത് ഫസ്റ്റ് സുരേഷ് ഗോപി വീട്ടിലിരിക്കുന്ന കാണിക്കുന്നുണ്ട്, വക്കീൽ വേഷമൊക്കെ ഇട്ട് വരുന്ന ഒരു ഇൻട്രോ, പിന്നെ എപ്പോൾ കാറിൽ ട്രാവൽ ചെയ്യുന്ന രംഗം കാണിച്ചാണ്. പിന്നെ ഇതിൽ വളരെ തന്ത്രപ്രധാനമായിട്ട് ഫൈറ്റ് രംഗത്തിലും എല്ലാത്തിലും വെപ്പ് താടി വെപ്പ് മീശയാണ്. അതാണ് ഈ മറ്റേ നാടക ലെവൽ വെപ്പ് താടി വെപ്പ് മീശയാണ്. നമുക്ക് കണ്ടാലറിയാം അയ്യേ എന്ത് ഈ കാണിച്ചു വെച്ചേക്കണേ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള മീശയും താടിയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ബാക്കി രംഗങ്ങളിൽ താടിയും മീശ, അദ്ദേഹത്തിന്റെ ഒറിജിനൽ താടിയും മീശ കാണാൻ തന്നെ നമുക്ക് ഭയങ്കര ഒരു രസം തോന്നും, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പേളി മാണിയുടെ ഷോയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ ആ ഒരു ലുക്കില്. സോ അത് ആ ഒരു വളരെ നന്നായി ഇരുന്നിട്ട് പെട്ടെന്ന് ഈ വെപ്പ് താടി ചപ്പടാച്ചി സാധനം എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പെരുങ്കളിയാട്ടം സിനിമയുടെ ഷൂട്ടിംഗ് അത് ഒരു ക്ലീൻ ഷേവ് ലുക്കിലാണ് അത് ചെയ്യുന്നത്. അതും ഇതും പാരലി കൊണ്ടുപോയത് കൊണ്ടാവാം അദ്ദേഹത്തിന് ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ലുക്ക് വരേണ്ടി വന്നത്. അത് സിനിമയുടെ ഒരു ആസ്വാദനത്തിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു ഒഴുക്കില്ലാത്തൊരു സിനിമയാണ്, എപ്പോഴും വളരെ സ്റ്റാഗ്നന്റ് ആയിട്ട്. നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് കല്ലെറിയുമ്പോൾ ഒരു ഓളം ഉണ്ടാവില്ല, അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസം കാര്യങ്ങൾ വന്നു പോകുന്നത്. BGM വളരെ മോശമാണ് ഈ സിനിമയുടെ. നമ്മുടെ ഗിബ്രാനാണ് ഇതിൽ BGM ചെയ്തിരിക്കുന്നത്, പക്ഷെ ഒട്ടും നന്നായിട്ട് ചെയ്തിട്ടില്ല. ഇൻട്രോ സോങ് നന്നായിട്ടുണ്ടായിരുന്നു, റൈസ് ഫ്രം ഫയർ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ സിനിമയിൽ BGM ഒരു തലവേദന പോലെ നമുക്ക് ഫീൽ ചെയ്യും. എല്ലാ രംഗത്തിലും BGM ആണ്, എന്നാൽ ആവശ്യമുള്ള രംഗത്ത് ഇട്ടിട്ടുണ്ടോ ഇല്ല, അവിടെ സൈലൻസ്. അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസ്, ആ ഒരു BGM വോയിസ് എനിക്ക് അത് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇതിൽ നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറയാനുള്ളത് അനുപമയും സുരേഷ് ഗോപിയാണ്. അവർ രണ്ടുപേരും കിട്ടിയ ക്യാരക്ടേഴ്സിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അനുപമ ഇതിനകത്ത് ഒരു വിക്ടിം കൈൻഡ് ഓഫ് ഒരു പേഴ്സൺ, വളരെ വിഷമവും ദുഃഖവും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അഭിനയിച്ച് വലിപ്പിക്കേണ്ടത്, ട്രോമ അഭിനയിക്കണം, അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ മാറ്റി നിർത്താം. സുരേഷ് ഗോപിയുടെ പ്രധാന ക്യാരക്ടർ സുരേഷ് ഗോപിയാണെന്നാണ് ഇവർ മാർക്കറ്റ് ചെയ്തപ്പോഴെല്ലാം പറഞ്ഞത്. സോ അത്തരത്തിലുള്ള ആ ഒരു ക്യാരക്ടർ കുറച്ച് ഒരു മുൻചുണ്ടിക്കാരനായിട്ട് കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള പോടാ കോപ്പ എന്നൊക്കെ പറയുന്ന രീതിയിൽ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്ന കൈൻഡ് ഓഫ് ഒരു വക്കീൽ ക്യാരക്ടറാണ് സുരേഷ് ഗോപി പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് കൊടുക്കേണ്ട രീതിയിലുള്ള ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയും മറ്റും കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വാങ്ങാൻ കോടീശ്വരനിൽ ഇത് തന്നെയല്ലേ പറഞ്ഞതെന്ന് തോന്നുന്നു. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയില്ല, ആ ഒരു ശൈലി തന്നെയാണ് ഇതിലും. ആ ഒരു വക്കീലിന്റെ ആ ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴും വാദവും പ്രതിവാദവും ഒക്കെ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. സോ അത് ഒരിക്കലും നെഗറ്റീവ് അല്ല, അദ്ദേഹത്തിന്റെ ചിലപ്പോൾ ആ ഒരു സിഗ്നേച്ചർ സാധനം നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആയി പോകണ്ടായിരിക്കാം. എന്തായാലും സുരേഷ് ഗോപിയെ നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈ ചപ്പടാച്ചി താടി വെക്കുന്ന സീൻ ഒഴിച്ച് ബാക്കി രംഗങ്ങളിലെല്ലാം കാണാനായിട്ട് നല്ല രസമാണ്. നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ ഒരു മാസൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ല, അനാവശ്യമായിട്ട് കുത്തി കിട്ടിയ ഫൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഡ്യൂപ്പ് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. കാരണം സുരേഷ് ഗോപിന്റെ മുടി ഇതിനകത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചീക്കി ബാക്കിലോട്ട് വെച്ചിട്ടൊരു കൈൻഡ് ഓഫ് ഒരു ഹെയറും ഡ്യൂപ്പിന്റെ ഒരു ചെറിയൊരു ചുരുണ്ട പോലത്തെ ഒരു മുടിയാണ്. സോ അത് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി ശരിക്കും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഡ്യൂപ്പാണ്. സോ ആ ഒരു കാര്യം എനിക്കൊരു ബാഡായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇതിൽ ഈ സിനിമയുടെ ആ ഒരു ആസ്വാദന മികവിനെ എന്താ പറയുക, ഒരു
കളിയാക്കുന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ കാരണമായ ഒരാളുണ്ട്, മാധവ് സുരേഷ് ഗോപിയുടെ മകൻ. ഇദ്ദേഹത്തിനെ ഞാൻ കുറച്ച് നാളായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. വളരെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെയാണ്. ഇംഗ്ലീഷ് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് പുറത്തൊക്കെ പഠിച്ചതല്ലേ. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം നല്ല രീതിയിൽ മീഡിയയെ കയ്യിലെടുത്തിട്ടുണ്ട്. പക്ഷേ കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പുതിയ മുന്നത്തെ ഒരു സിനിമയുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസിനെ മാറ്റി ഇതിൽ വരുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് അതൊരു പുതിയ ഡയറക്ടറിന്റെ പുതിയൊരു അറ്റംപ്റ്റ് കൊടുത്തൊരു സിനിമയായിരുന്നു. അതുകൊണ്ടായിരിക്കും ആ സിനിമ അങ്ങനെ ആയിപ്പോയി, പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതില് അതിനേക്കാൾ മോശം. ഈ ഒരു നടന്റെ കണ്ണില് ഇമോഷൻ വരുന്നില്ല, ഒരു തരത്തിൽ ഇമോഷൻ വരുന്നില്ല. കണ്ണ് ഡെഡാണ്. ഇത്രയും ഭാഗം ഡെഡാക്കി വെച്ചിട്ട് ഇത്രയും ഭാഗം കൊണ്ട് അഭിനയിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ടുള്ള പ്രോബ്ലംസ്, ഭയങ്കരമായിട്ട് ശരീരം ഉപയോഗിച്ചുകൊണ്ടുള്ള അഭിനയം. മേ ബി ഒരു തുടക്കക്കാരനായോണ്ടായിരിക്കാം. അപ്പൊ തുടക്കക്കാരന് വേണ്ട ഒരു തരത്തിലുള്ള ഒരു ഹംബിൾ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കളിയാക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരും. അവിടെ ഇരുന്ന മീഡിയക്കാരും ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ആൾക്കാരും എല്ലാം ഇദ്ദേഹത്തിനെ കളിയാക്കുകയാണ്. ആ ഒരു വരുന്ന രംഗങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അഭിനയം വളരെ ഒരു മോശമായിട്ടുള്ള അഭിനയമാണ്. ഒരു തരത്തിൽ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡയലോഗ് ഡെലിവറി ഒന്നും പറയണ്ട. ചിലതൊക്കെ ചിരി വന്നു പോകും, വളരെ സീരിയസ് ആയിട്ടുള്ള. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നിട്ട് അത് ഒരു തരത്തിലും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത കൈൻഡ് ഓഫ് ഒരു അഭിനയമാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ ആ ഡയലോഗ്, പിന്നെ ഞങ്ങൾ ആ ഒരു ഡയലോഗൊക്കെ പറയുന്ന രീതി ഞാനിപ്പോൾ പറഞ്ഞ പോലെ പോലും അല്ല. വളരെ ഒരു ഇതായിട്ട് കണ്ണ് ഡെഡാക്കി വെച്ചിട്ടുള്ള അഭിനയമാണ്. സോ അതുകൊണ്ടാണ് അത് ഒട്ടും ഡൈജസ്റ്റ് ആവാത്തത്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു നടന് ഇനിയും ഒരുപാട് ചാൻസ് കിട്ടി മേ ബി ഇമ്പ്രൂവ് ആയ ഒരു പക്ഷെ നന്നായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ഈ ഒരു സിനിമയുടെ ആസ്വാദന മികവിനെ പിന്നിലേക്ക് വരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലിക്ക് ഒരു നല്ലൊരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അങ്ങനെ ഈ ക്യാരക്ടർ എങ്ങനെ ഇരിക്കും തോന്നും. പക്ഷെ സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം പെർഫോമൻസിൽ കൂടെ അത് എന്താ പറയുക ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിൽ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അത് ഒരു പ്രത്യേക സ്ഥലത്ത് പോയിട്ടുള്ള വലിയ പരിപാടികളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു സ്ഥലത്ത് പോകുന്നത് ആരൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ തോന്നി ഇതിങ്ങനെയാണോ ഒരു സ്ഥലത്ത് പോയി ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം അരങ്ങേറുന്നത് എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെയാണ്. സോ ഇതെല്ലാം പറഞ്ഞു എങ്കിലും ഞാൻ പറയുന്നു, ഇതിനകത്ത് 2-3 കാര്യങ്ങൾ എടുത്തു പറയാനുള്ള നല്ല കാര്യങ്ങളുണ്ട്. ഒന്ന്, വളരെ എന്താ പറയുക പൈശാചികമായ രീതിയിലുള്ള ഒരു ഹാക്കിങ് ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഹാക്കിങ്ങിന്റെ ഏറ്റവും ഒരു ദുഷ്ട കൈൻഡ് ഓഫ് ഒരു ഹാക്കിങ്. അതായത് ഓഫീസുകളിലും മറ്റും ഫോണുകൾ ഇങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുക, ഹാക്ക് ചെയ്യപ്പെടുക, അതൊക്കെ അത് വ്യക്തമായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സോ അതൊക്കെ എനിക്കൊരു പുതിയ കാര്യമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഗർഭവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഇതിനകത്ത് വരുന്നുണ്ട്. അതും എനിക്കൊരു ടോട്ടലി ഒരു പുതിയ അറിവായിരുന്നു. സോ എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് സൈഡിൽ വയ്ക്കാം. സുരേഷ് ഗോപിയുടെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും പോസിറ്റീവിൽ വയ്ക്കാം. പക്ഷെ എന്നാലും ഈ സിനിമ മൊത്തത്തിൽ എനിക്ക് വളരെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. സുരേഷ് ഗോപി നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഒരുമാതിരി സൈഡാക്കിയിട്ട് പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു നല്ല രംഗങ്ങൾ കൊടുത്തിട്ട് പിന്നീട് അങ്ങോട്ട് വേറെ ആരൊക്കെയോ കഥ അങ്ങോട്ട് കൊണ്ടുപോകണ പോലെ അങ്ങനത്തെ ഒരു സിനിമയായി പോയി. അതില് മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല ഒരു ആവറേജ് എക്സ്പീരിയൻസ്. ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5-ൽ 2.5 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. സോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടായിരിക്കാം. ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ, അത് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ, നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJVS എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് വിജി സൈനിങ് ഓഫ്. ബൈ.